ഹലോ കൂട്ടുകാരെ, എന്തെങ്കിലും വിശേഷ സുഖമല്ലേ? ഞാൻ അലവിക്കുട്ടി. അബുഷൈമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വളരെ സിമ്പിൾ ആൻഡ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ്. അത് ഓണിയൻ ബാജി കറി എന്ന് പറയും. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം 2 ചുവന്ന മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉഷാറാക്കി എടുക്കുക. ഈ ഉള്ളിക്കറി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ആരുണ്ടാക്കിയതെന്നറിയില്ല. ഇത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഒരു കൈപ്പിടി കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം ആവശ്യത്തിന് ഒരു 5-6 പച്ചമുളക് നടുക കീറിയതിട്ട് കൊടുക്കുക, ചീന്തിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാറുന്ന വിധം നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. കുറച്ച് മതിയും കുറച്ച് ചേർക്കാവുന്നത്. ഞങ്ങളിവിടെ 5 ആൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിലേക്ക്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കടലപ്പൊടി. അത് ഇടാതെ മറക്കരുത്. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പും ഒക്കെ ആവശ്യത്തിന് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രുചികരവും സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളി കറി ഇവിടെ റെഡിയായി കഴിഞ്ഞ്. ഉള്ളി ബാജി കറി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അബുഷൈമ കിച്ചൺ മറക്കാതെ ഫോളോ ചെയ്യുക. വീണ്ടും സന്ധിക്കും വരെ വണക്കം.